ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആഗ്രാകാന്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞാൻ ഡൽഹിക്കായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡൽഹിക്ക് പോകാണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി താജ്മഹൽ കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ. നമ്മൾ വന്ന ട്രെയിനിൽ അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം റെയിൽവേ സ്റ്റേഷൻ. എന്തോ ഒരു ഗുഡ്സ് വണ്ടി പോകുന്നുണ്ട്. നമ്മളപ്പം ആഗ്രാകാന്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് നല്ല റൂമിലേക്ക് പോകണം. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് റൂമിലേക്ക് പോകാൻ വിചാരിക്കുന്നത്. ഇതാണ് ആഗ്രാകാന്ത് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് അടുത്താണെന്ന് തോന്നുന്നു ഞാൻ ബുക്ക് ചെയ്ത സ്ഥലം. അത് ഓൺലൈൻ ഗൂഗിളിൽ നോക്കണം ഡിസ്റ്റൻസ് എത്ര ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ. റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ട് തന്നെ വലിയൊരു പശു ഇരിക്കുന്നുണ്ടോ. ഫ്രണ്ട് തന്നെ കംപ്ലീറ്റ് ഓട്ടോയാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടേ ഒന്ന് കറങ്ങിയിട്ടൊക്കെ നല്ല റൂമിലേക്ക് പോകുന്നുള്ളൂ. അതിലാന്ന് തോന്നുന്നു എക്സിറ്റ്. ഓട്ടോ വരിവരിയായിട്ട് ഭംഗിയായി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി വന്നതിൻ്റെ ആ ഒരു തിരക്കാണെന്ന് തോന്നുന്നു. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. ഫ്രണ്ടിൽ വലിയ ടാക്സിയുടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടുന്ന് ടാക്സിയൊക്കെ പെട്ടെന്ന് കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത്, കൊണ്ടാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ഞാൻ അവരോട് പോകാൻ നിൽക്കുന്നില്ല. നെയ്ച്ചായി അപ്പോൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ട് ഈ സമയത്ത്. അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിലൂടെയാണ് ഞാൻ നടന്നത്. അവിടുന്ന് ഓട്ടോക്കാർ വെറുപ്പിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്തു. ഇവിടെ വലിയ കുഴപ്പം കാണുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാറിയത്. അവിടുന്ന് ആ ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവർ തരുന്നില്ല. അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഓട്ടോക്കാരുടെ അടുത്ത് ചോദിച്ചു കൊടുത്ത മാർക്കറ്റ് ഏതാണ്. അപ്പോൾ ആ മാർക്കറ്റ് ഉള്ളൊരു മാർക്കറ്റ് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്താ സ്ഥിതി എന്നുള്ളത് നോക്കാൻ പോയിട്ട്. നമ്മളൊരു എന്താ പറയുക, ഈ ഓട്ടോ മറ്റേ ഇതാണ് ഇലക്ട്രിക് ഓട്ടോ ആണിത്. ഇതാണ് പോകുന്നത്. ഇലക്ട്രിക്കിൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓട്ടോ അല്ല. അത് വേറെ ഇങ്ങനെ ഓപ്പണായിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. ഈ പുള്ളി എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഏതൊരു മാർക്കറ്റ് പറഞ്ഞ് ഞാൻ പിന്നെ ഏതായാലും 50 രൂപയാണ് അങ്ങോട്ടെന്ന് പറഞ്ഞ്. അതുപോലെ എന്തായാലും പോയി നോക്കാൻ വിചാരിച്ചു. ഇവിടെ ഇതുപോലുള്ള കുതിരവണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് താജ്മഹൽ വാങ്ങി കേട്ടോ. മാർബിളിൻ്റെ പ്യുവർ മാർബിളാണെന്നൊക്കെ പറഞ്ഞ് മാർബിളിൻ്റെ താജ്മഹൽ വാങ്ങി. അത് ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചു. ഇവിടുത്തെ ചായ നോർമലി എല്ലായിടത്തും കിട്ടുന്ന ചെറിയ ചായ അല്ല. നമ്മളെ നാട്ടിലത്തെ ചായ പോലത്തെ ചായ അല്ല, ചെറിയ കപ്പിലുള്ള ചായയാണ്. അപ്പോൾ അത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സാധാരണ പ്ലാസ്റ്റിക് കവറില്ലേ, ആ പ്ലാസ്റ്റിക് കവറിൽ ഒഴിച്ചിട്ട് പാർസലായിട്ട് കൊണ്ടുപോകുന്നു. അതെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലെടുത്തിട്ട് തന്നെ കുടിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി ചൂടുള്ള ഒരു ചായയുണ്ട്. പിന്നെ ചായ അത് മസാല ടീ ആണ് നോർമലി ഇവിടെയൊക്കെ കിട്ടുക. ഇത് എന്തോ ഒരു ചായ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പോൾ വേറെ ഇവിടുന്ന് ചായ കുടിച്ച് ഓട്ടം. നല്ല ചായ. സാധാരണ ഈ ഭാഗത്തൊക്കെ മസാല ടീ കിട്ടുമല്ലോ, അടിപൊളിയാണത്. ഈ ഡൽഹിയിലും ഗുരുഗ്രാമിലൊക്കെ കിട്ടുന്ന മസാല ടീ അടിപൊളി സൂപ്പർ മസാല ടീയാണ്. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് അവിടെ പോയത്. ഇനി ആ ഒരു ഷോപ്പിൻ്റെ അവസ്ഥയാണോ എന്ന് അറിയില്ല. വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി നോക്കണം. ഇവിടെ എന്താ സംഭവം, ഹോട്ടൽ അക്ബർ അശോക് റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഓട്ടോ ഡ്രൈവറെ വലിയ മാർക്കറ്റാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഷോപ്പ്. എന്തായാലും അവിടുന്ന് താജ്മഹൽ, ഒരു കുഞ്ഞ് താജ്മഹൽ മാർബിളിൻ്റെ വാങ്ങാൻ പറ്റി. പിന്നെ ഇവിടെ ലെതറിൻ്റെ ഫേമസ് നല്ല ലെതർ ഇവിടെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ലെതറിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും ഒരു ലെതറിൻ്റെ പ്യുവർ ലെതറാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ബെൽറ്റ് വാങ്ങി ഒരു 300 റുപ്പീസിന്.
അതിന് ആദ്യം 450 പറഞ്ഞത്. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞപ്പം പുള്ളി ഞാൻ വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ പോയതൊന്നല്ല, വെറുതെ കാണാം, മാർക്കറ്റൊക്കെ കാണാമെന്നുള്ള രീതിയിൽ കയറിയതാണ്. അപ്പോൾ ഒരു 300-ന് പ്യുവർ ലെതറും കിട്ടി. പ്യുവർ ലെതറാന്ന് പറയുന്നത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെൽറ്റായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബെൽറ്റും വാങ്ങി. നമ്മൾ താജ്മഹൽ വരികയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച താജ്മഹലിൽ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നാളെ രാവിലെ നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യും. അതായത് താജ്മഹലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, രാവിലത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് താജ്മഹൽ കാണണം. ഇന്ന് ഞാൻ കാര്യമായിട്ട് എവിടെയും കറങ്ങാൻ വിചാരിക്കുന്നില്ല. അടുത്ത എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്നാലും ചിലപ്പോഴേ പോവുള്ളൂ. നാളെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങണം. നാളെ രാത്രി കൂടി നമ്മൾ ആഗ്രയിലുണ്ടാവും. ആഗ്ര ഫോർട്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇതെന്താണ് സംഭവം? ഇവിടെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം, ആഗ്ര ഫോർട്ട് പാർക്കിംഗ്. അങ്ങനെ ഒരു വലിയ ബോർഡും ഉണ്ട് അവിടെ. ഇതിന് താഴത്തൊക്കെ സ്ട്രീറ്റ് ഫുഡുകളുണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ ഇവിടെ നല്ല ലൈവായിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര ആളുകളൊന്നുമില്ല. പിന്നെ പൊതുവെ ഇവിടെ കുറച്ച് ചൂടുള്ളൊരു സമയം കൂടിയാണ്. ഇളനീര്. ആഗ്ര ഫോർട്ടിൽ ഇപ്പോൾ എൻട്രി ഉണ്ട് കേട്ടോ. എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോകാം. പക്ഷേ ബാഗായിട്ട് പോകാനുള്ള മടി കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഇവിടെ ഒരു ലവ് ചിഹ്നമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ആൾക്കാരിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ? ഇതൊരു ജംഗ്ഷനാണ്, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഞാനപ്പോൾ മാപ്പ് ഇട്ട് ഇതിലെ അങ്ങ് നടക്കുകയാണ്. നടക്കാൻ പറ്റുന്നിടത്തോളം നടക്കാം, എന്നിട്ട് ഓട്ടോ വിളിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഈ ഫോർട്ട് കണ്ടത്. ഫോർട്ട് എവിടെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. വരുന്ന വഴിക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. രാവിലെ സമയമായതുകൊണ്ടും വെയിലധികം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നടക്കുന്ന വഴിയിൽ മരത്തിൻ്റെ തണലുള്ളത് കൊണ്ടും നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. ബോർഡ് കണ്ടോ, ഫത്തേഹാബാദ്. ആ ഫത്തേഹാബാദ് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. മാപ്പിലും ഇതിലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് ദൂരം നമുക്ക് പോയി നോക്കാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിക്കാം. കുട വിൽക്കാനായിട്ട് മതിലിൻ്റെ മുകളിൽ വെച്ചത് കണ്ടോ, പല നിറങ്ങളിലായിട്ട്. ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ കണ്ണും മുഖമൊക്കെ പോകും കേട്ടോ. കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പം നോക്കി നടന്നില്ലെങ്കിൽ മുഖത്തൊക്കെ വന്നടിക്കും. പിന്നെ ഇതിൽ ഞാൻ മാത്രമേ നടക്കുന്ന കാണാനുള്ളൂ, വേറെ ആരും നടക്കുന്നൊന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ റോഡിൽ. അപ്പം ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് റോഡ്. കുതിരവണ്ടി, ഇവിടെ കുറേ കുതിരവണ്ടി കാണാനുണ്ട് കേട്ടോ. നമ്മൾ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുതിരവണ്ടി കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കുറേ കുതിരവണ്ടി കാണാനുണ്ട് കണ്ടോ. ഈ സൈഡിൽ എന്തോ ഒരു പാർക്ക് എന്തോ ആണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഏതോ ആ പാർക്കിൻ്റെ പേരൊന്നും അറിയില്ല. ഇതിലെങ്ങനെ നടക്കുമ്പോഴാണ് പാർക്ക് ശ്രദ്ധിച്ചത്. ക്രെയിനൊക്കെ ഉണ്ടല്ലോ, കാര്യമായ എന്തോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്ട്രീറ്റ്, ഈ ഫുട്പാത്തിൽ ഇതുപോലെ കച്ചവടങ്ങൾ കുറേ ഞാൻ കണ്ടു കേട്ടോ. ഞാനപ്പോൾ ഇത് മാത്രമേ എടുത്തുള്ളൂ, വീഡിയോയിൽ കാണിച്ചുള്ളൂ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഞാൻ വിലയൊന്നും ചോദിച്ചില്ല, കാരണം എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വില ചോദിച്ചില്ല. പിന്നെ ഇവരുടെ അടുത്ത് വില ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചു നിർത്തും അവർ, വിടാണ്ട് പിടിച്ചു നിർത്തും. പിന്നെ അത് വാങ്ങുന്നവരെ അവർ മാക്സിമം പുഷ് ചെയ്യും വാങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാൻ വില ചോദിക്കാൻ നിന്നില്ല. നമ്മളിതുവരെ പോവാത്ത, നമ്മളിതുവരെ കാണാത്ത ഒരു പുതിയ സിറ്റിയിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ നടന്നു പോകും, ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇപ്പോൾ നടന്നു. ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടി നടന്നാൽ നമ്മൾ റൂമിലെത്തും. എന്നാൽ പിന്നെ ആ ഒരു 1.5 കിലോമീറ്റർ കൂടി നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇപ്പം നടക്കാതൊരു 70 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂമിലാക്കി തരും. പക്ഷേ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തും. ഇങ്ങനെ റോഡും ഇതുപോലുള്ള കാഴ്ചകളും ആളുകളും ഒക്കെ കണ്ട് പോകുന്നതിൻ്റെ ഒരു രസം വേറെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇതുപോലുള്ള കച്ചവടങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുപോകാലോ. അതുകൊണ്ടാണ്
നടന്നു പോകാമെന്നുള്ള. സത്യത്തിൽ കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ ഓട്ടോ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നടപ്പൊരു ബോറിംഗ് ആയിട്ട് തോന്നില്ല, അതുകൊണ്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബസ് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ബസ്സാണേ. ഹിന്ദിയിലാണ് കംപ്ലീറ്റ് എഴുതിയത്, അതുകൊണ്ട് എനിക്ക് ഹിന്ദി തൊടാ പറയാനറിയാം, വായിക്കാൻ അറിയില്ല. ഇവിടെ കണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെയാണ്, ഇത് ഉണക്കാൻ വെച്ചതാണ്. അപ്പോൾ അവരുടെ കച്ചവടം ചെയ്യാണ്. കച്ചവടം എന്നാണ്. ഇവിടെ ഒരു വലിയൊരു ഗേറ്റ് ഉണ്ടല്ലോ, ഇതെന്ത് ഗേറ്റാണാവോ? ഇത് താജ്മഹലിൻ്റെ വല്ല ഗേറ്റും ആണോ? ആവാൻ ചാൻസ് ഇല്ല. മാർബിളാണ് കേട്ടോ, മാർബിളിൻ്റെ ഗേറ്റാണത്. ഇതെന്ത് ഗേറ്റാണ്? എവിടെ നിന്ന് എഴുതി വെച്ചിട്ടും കാണില്ലല്ലോ. എന്തായാലും ഒരു മാർബിളിൻ്റെ ഗേറ്റ് ഇവിടെ ഉണ്ട്, അത് എന്താണെന്ന് അറിയില്ല. മാർബിളാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്, പ്രത്യേകിച്ച് ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. ഗോൾഡ് ഫിഷിനെ വിൽക്കാൻ വെച്ചതുണ്ടോ റോഡ് സൈഡിൽ? ഇതാ ഇവിടെയുണ്ട് ഗോൾഡ് ഫിഷിനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. ചെറിയ ഗ്ലാസ് ടാങ്കിലാക്കിയിട്ട്, ഗ്ലാസ് ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് ഇതേമാതിരി നിരത്തി വെച്ചിട്ട്. സംഭവം റോഡ് സൈഡിൽ ഇതിങ്ങനെ കാണാൻ രസമുണ്ട്. ഇവിടെയുണ്ട് ഇതേമാതിരി, കുറേ സ്ഥലങ്ങളിലുണ്ടല്ലോ ഇതേമാതിരി ഗോൾഡ് ഫിഷിനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ട്. താജ്മഹൽ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ മുന്നിലെത്തിയ നമ്മൾ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ്. ഒരു എക്കോറിയം ഉണ്ട്, അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. നല്ല ഭംഗിയുണ്ട് ആ മീനൊക്കെ കാണാൻ, എക്കോറിയം കാണാനും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. ഫ്രണ്ട്സ്, ഞാനങ്ങനെ റൂമിലെത്തി. എത്തിയ വഴിക്ക് തന്നെ കുളിച്ച് ഫ്രഷായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുക, പിന്നെ ഒന്ന് ഉറങ്ങുക. ട്രെയിനിൽ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതായത് നമ്മൾ മധ്യപ്രദേശ് ഇറ്റാസി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കൂടിയും കുറേ ജനറൽ ടിക്കറ്റ് എടുത്തുള്ള ആൾക്കാർ ഇഷ്ടംപോലെ കയറി വന്ന് ഭയങ്കര ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഏതാ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി തീരെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല, ഉറക്കമൊന്നും ശരിയായില്ല. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങണം. ഇന്ന് താജ്മഹൽ ഫ്രൈഡേ ആയതുകൊണ്ട് ഓപ്പൺ അല്ല. അപ്പം നമ്മൾ നാളെയാണ് താജ്മഹൽ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ നാളെ രാത്രി കൂടി ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം നമുക്ക് താജ്മഹലിലേക്ക് പോകാം. അത് റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് റൂം, ഇത് എൻ്റെ സാധനങ്ങളാണ്. അപ്പം ഇവിടെ റിസപ്ഷനിലേക്ക് വിളിക്കാൻ ഫോണുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയാണ് വാഷ്റൂം വരുന്നത്. പിന്നെ AC ഉള്ള റൂമാണ് കേട്ടോ. TV ഒക്കെ ഉണ്ട്. പിന്നെ ഒരു അലമാര ഉണ്ട്, ചെറിയ അലമാര. വാഷ്റൂമും വലിയ കുഴപ്പമില്ല, വൃത്തിയുള്ള വാഷ്റൂമൊക്കെ തന്നെയാണ്. ലൈറ്റ് ഓഫ് ആയതാണ്. പിന്നെ ഞാൻ അവിടുന്ന് താജ്മഹൽ, ചെറിയൊരു താജ്മഹൽ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. താജ്മഹൽ ഇങ്ങനെയുള്ളൊരു ബോക്സിലാണ് അവർ തന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ കുഞ്ഞ് താജ്മഹൽ. ഇത് 100% മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ താജ്മഹലാണ്. അപ്പം ഇത് പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം 100% മാർബിളാണത്. അപ്പോൾ ഇത് വാഷബിളാണ് ഒക്കെയാണ്. പിന്നെ അവരെനിക്ക്, ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ആയിട്ട് വൃത്തിക്ക് പാക്കൊക്കെ ചെയ്തു തന്നു. ഈ താജ്മഹലിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഒരുപാട് താജ്മഹൽ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത് പല സൈസിൽ ഞാൻ വരുന്ന വഴിയിൽ ഷോപ്പുകളിലൊക്കെ കണ്ട്. പക്ഷേ കളറുള്ള താജ്മഹലും ഉണ്ടായിരുന്നു. എനിക്ക് കളറുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിന് ഞാൻ കൊടുത്ത പൈസ എന്ന് പറയുന്നത് 300 രൂപയാണ്. അത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും വാങ്ങി, ഇഷ്ടപ്പെട്ടു, വാങ്ങി, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഈ താജ്മഹൽ തിരിച്ച് പാക്ക് ചെയ്യാം. ഈ ബോക്സിലേക്ക് തന്നെ എടുത്ത് പാക്ക് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വെച്ച് ഞാൻ പാക്ക് ചെയ്ത് സെറ്റാകട്ടെ. അപ്പോഴേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.